അപ്പൊ നമ്മൾ ഇന്ന് അത് പറയാൻ പോണേണ്ട്, ഞങ്ങൾ ലവ് സ്റ്റോറി പറയാൻ പോണേ അല്ലേ. 8ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ 8-9 പഠിക്കുമ്പോൾ കണ്ടേക്കണതാണ്. വേലി പോലെ ഉണ്ട്. വേലിയിൽ ഒട്ടക്ക് വീടാൻ പോണ പോലെ ഞാൻ കണ്ടത്. വീട്ടിൽ ഓക്കെ ആണെന്നുണ്ടെങ്കിൽ എനിക്ക് ഓക്കെ ഉള്ളൂ, അല്ലാണ്ട് ഞാൻ അങ്ങനെ മറ്റേ വർച്ചാന്നൊക്കെ പറഞ്ഞു. എനിക്കൊരിതുണ്ടായിരുന്നു, ഞാൻ പറഞ്ഞ് വീട്ടിലറിയാൻ പാടുള്ളൂ, അല്ലാണ്ട് ഇങ്ങനെ വേറെ ആരും ഞങ്ങൾ ഇങ്ങനെ എത്ര പെട്ടെന്ന് ഞങ്ങൾ ഇപ്പൊ വിശ്വസിച്ചിട്ടില്ല. ശരിയാണ്, കല്യാണം കഴിച്ചത് ഇപ്പോഴും വിശ്വസിച്ചിട്ടില്ല. ഹലോ, എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടാ. അപ്പൊ കഴിഞ്ഞ വീഡിയോസ് ഒക്കെ എല്ലാവരും നല്ല രീതിക്ക് നല്ല സപ്പോർട്ടൊക്കെ ചെയ്തോണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ നമ്മുടെ യാത്രയൊക്കെ തുടങ്ങാൻ പോണേ അല്ലേ. യാത്രയൊക്കെ തുടങ്ങാൻ പോണതിന് മുന്നായിട്ട് ഇതിന് മുന്നേ നമ്മുടെ ഒരു Q&A ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോ നമ്മുടെ ലവ് സ്റ്റോറി കുറെ പേര് കമന്റ് അടിച്ചിട്ടുണ്ടായിരുന്നു. എന്തായാലും പറഞ്ഞിട്ട് നിങ്ങൾ പോയാൽ മതി, അല്ലെങ്കിൽ ഞങ്ങൾ വെയിറ്റ് ചെയ്തിരിക്കേണ്ടി വരും എന്നൊക്കെ പറഞ്ഞ് കുറെ പേര് മെസ്സേജ് അതെ പറയണോട്ടാന്ന് പറഞ്ഞിട്ട്. അപ്പൊ നമ്മൾ ഇന്ന് അത് പറയാൻ പോണേണ്ട്, ഞങ്ങൾ ലവ് സ്റ്റോറി പറയാൻ പോണേ അല്ലേ. കുറച്ച് നീണ്ട കാലത്ത് എന്ന് വെച്ചാൽ കുറച്ചധികം നീണ്ട കാലത്ത് ലവ് സ്റ്റോറിയാണ്. പക്ഷെ എല്ലാം ചുരുക്കിയാണെങ്കിലും അതിൽ കുറെ കാര്യങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ നമുക്ക് ഇപ്പൊ പറയാം അല്ലേ. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോയാലേ, നമുക്ക് വീഡിയോയിലേക്ക് പോകാം. കമോൺ. അപ്പൊ നമുക്ക് കിടക്കാം, ലവ് സ്റ്റോറിയിലേക്ക് കിടക്കാം. ആക്ച്വലി നമ്മള് വീഡിയോ ഇട്ടിരുന്നപ്പോൾ ചോദിച്ചിട്ടുണ്ടായിരുന്നട്ടാ, ലവ് സ്റ്റോറിയിൽ എന്തെങ്കിലും വേണോന്ന് വെച്ചിട്ടുണ്ടായിരുന്നു, വീഡിയോ ഇടണോന്ന് വെച്ചപ്പോ എല്ലാവരും ഇഷ്ടം ഇങ്ങനെ മെസ്സേജും കമന്റ് വരുന്ന കരുതിയില്ല. അതെ സംഭവം എന്ന് വെച്ചാല് നല്ല രീതിക്ക് പറഞ്ഞിട്ടായിരുന്നു. ആക്ച്വലി എല്ലാവർക്കും അറിയാനൊരു ആകാംക്ഷ ഉണ്ടെന്ന് മനസ്സിലായി. അപ്പൊ ഞങ്ങൾക്ക് പറയാനൊരു ആകാംക്ഷ തോന്നി. ആക്ച്വലി അല്ലേ, അങ്ങനെ പറയുന്ന ഒരു ഇതുണ്ടാവല്ല. അപ്പൊ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാല് നമുക്ക് തുടങ്ങണം. എവിടെ തുടങ്ങണം എന്ന് വെച്ചാൽ നമ്മൾ പണ്ട് എന്ന് പറയുമ്പോൾ ഇവൾ 8ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ 8-9 പഠിക്കുമ്പോൾ കണ്ടേക്കണതാണ്. പക്ഷെ അങ്ങനെ കണ്ടത് അല്ലാണ്ട് നമ്മൾ ഇതിനു മുന്നേ കണ്ടിട്ടുണ്ടായിരുന്ന ഒരു സ്കൂളിൽ തന്നെ പഠിക്കണവരാണ്. അങ്ങനെ നമ്മളിപ്പം അറിയുമല്ലോ, അങ്ങനെ സീനിയർ ആയിട്ട് പഠിക്കണവര്. പിന്നെ കൂടുതലെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചേച്ചി അവിടെ വർക്ക് ചെയ്തിരുന്നാണല്ലോ. അപ്പൊ ഞാൻ നേരത്തെ കഴിഞ്ഞ ഒരു വീഡിയോയിലൊക്കെ കല്യാണത്തിന് മുന്നേലും പറഞ്ഞിട്ടുണ്ട്. അപ്പൊ വർക്ക് ചെയ്തിരുന്നതുകൊണ്ട് തന്നെ നമ്മളങ്ങനെ ചേച്ചിയുടെ അനിയൻ എന്നുള്ള രീതിയിൽ നമ്മൾ അറിയുമല്ലോ. അങ്ങനെ അറിഞ്ഞിട്ട് അങ്ങനെ കണ്ടിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ SNV പഠിച്ചത്, SNV സംസ്കൃത സ്കൂളിലാണ് പഠിച്ചത്. അന്ന് ആ വീഡിയോ ഇട്ടപ്പോ മുതലേ കുറച്ച് പേര് ഡൗട്ട് ഇങ്ങനെ ചോദിച്ചിട്ടുണ്ടായിരുന്നു, ആണോ എന്നുള്ളത്, എങ്ങനെ നിങ്ങൾ പരിചയം എന്നൊക്കെ. അപ്പൊ അവിടെ വെച്ചാണ് ഞങ്ങള് കാണുന്നത് അല്ലേ. അതെ കാണുന്നതെന്ന് വെച്ചാല് ഒരു വൈകിട്ട് ഒരു സമയത്താണ് ഞാൻ കാണുന്നത്. വൈകിട്ട് ഒരു ദിവസം സ്കൂൾ ഫ്രണ്ടിൽ തന്നെ ഒരു ഇതുണ്ടാ, ഒരു മതില് പോലെ ഉണ്ട്. മതില് ഒരു വേലി പോലെ ഉണ്ട്. വേലിയിൽ ഒട്ടക്ക് വീടാൻ പോണ പോലെ ഞാൻ കണ്ടത്. അപ്പൊ കണ്ട് ജസ്റ്റ് ഇതെനിക്ക് അറിഞ്ഞൂടാ, കുറെ പിള്ളേരുണ്ട് അവിടെ, ഇഷ്ടം വിട്ട സമയമായിരുന്നു. അപ്പൊ എന്ന് വെച്ചാൽ ഞാൻ മാത്രമേ കണ്ടിട്ടുള്ളൂ. അപ്പൊ ഞാൻ വിചാരിച്ചു ജസ്റ്റ് കണ്ടത് അവിടെ വെച്ചാണ്. അപ്പൊ എന്നാലും എനിക്ക് മോഹന്റെ മനസ്സിലുണ്ടായിരുന്നു കണ്ടപ്പോഴും. അത് ഞാൻ +1 പഠിക്കുമ്പോ അപ്പൊ ഞാനന്ന് 8ല് കുഞ്ഞായിരുന്നു. അപ്പൊ ജസ്റ്റ് കണ്ടെന്നുള്ളത് മാത്രമേ ഉള്ളൂ. പക്ഷെ അതിനു മുന്നേയും അവിടെ +1-നും 10-ലും 9-ലൊക്കെ അവിടെ തന്നെ പഠിച്ചിട്ടുണ്ട്. ഞാൻ കണ്ടിട്ടുണ്ട്. അങ്ങനെ അങ്ങനെയല്ല, വെറുതെ നോർമൽ സ്കൂൾ അങ്ങനെ ഒരു ഇതും അല്ലാണ്ട് നമ്മൾ സ്കൂളിലുള്ള പിള്ളേരെയൊക്കെ നമ്മൾ ജസ്റ്റ് കാണൂലേ, ചെറുതായിട്ട് വായനൊക്കെ നോക്കി, അങ്ങനെ വായന നോക്കിയിട്ടില്ലട്ടാ, അങ്ങനെ നോക്കിയൊന്നുമില്ല ഞാൻ. അപ്പൊ സംഭവം എന്ന് വെച്ചാൽ എന്നിട്ട് അതിനുശേഷം കുറച്ച് ദിവസമൊക്കെ കഴിഞ്ഞപ്പോൾ ഞങ്ങള് ബിൽഡിംഗ് എന്ന് പറയുന്നത് ഒരു 3 നില ബിൽഡിങ്ങും ഇപ്പുറത്ത് ഓപ്പോസിറ്റ് ഒരു 150 മീറ്ററിന്റെ അപ്പുറത്ത് ക്ലാസ് വന്നത്, ഓടുംപേരെ പോലത്തെ ക്ലാസ് വന്നത്. അപ്പൊ അതിന്റെ ഞാനിപ്പോ നടന്നു വന്നെടുത്ത് നോക്കിയപ്പോ ഒരു നല്ല നോട്ടം കിട്ടും എനിക്ക്, കാണാൻ പറ്റുമോ ഇപ്പോഴും എവിടെന്നുള്ളതും കാണും. മേലേന്ന് നോക്കിയിട്ടുണ്ടെങ്കിൽ കറക്റ്റ് ആയിട്ട് എന്റെ ക്ലാസ് ഒക്കെ ആയിരുന്നു കണ്ടിരുന്നത്. അതെ, എന്നിട്ട് ക്ലാസ് കണ്ട. അപ്പൊ ഞാൻ ഇവരാണെന്നുണ്ടെങ്കിൽ ഇവരുടെ ഫ്രണ്ട്സ് ഒക്കെ എല്ലാ പിള്ളേരെ വായിലിട്ട് നോക്കി അങ്ങനെയുള്ള എല്ലാവരും അങ്ങനെയാണല്ലോ, പറഞ്ഞിട്ട് കാര്യമില്ല. പക്ഷേ ആ സമയം എന്ന് വെച്ചാൽ നമ്മുടെ സമയമാണ്. ആ സമയത്തൊക്കെ എൻജോയ് ചെയ്തില്ല, പിന്നെ എന്നും ചെയ്യാനാണ്. അപ്പൊ ഞാൻ അവിടെ നടന്നു പോയപ്പോ നേരെ നോക്കിയപ്പോ ഈ സാധനം ഞാൻ ഇവിടെ കണ്ടിട്ടുണ്ടല്ല, ആലോചിപ്പാണ് അന്നവിടെ വീഴാൻ പോയത്. നോക്കി അങ്ങനെ പോയി. പിന്നെ സ്ഥിരം ഞാൻ അവിടെ ജസ്റ്റ് നോക്കുമ്പോ അവിടെ കാണും, ഇവിടെ എന്നെ കാണണമെന്നില്ല. അപ്പൊ അങ്ങനെ ഇങ്ങനെ പോയി പിന്നെ കണ്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. കുറെ ദിവസങ്ങൾ അങ്ങനെ പോയി. അപ്പൊ പിന്നെ ഞാൻ നോക്കുന്നത് ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു. കുറെ ദിവസം കഴിഞ്ഞിട്ട് ശ്രദ്ധിച്ചു. വെറുതെ അവിടെ വിളിച്ചിട്ട് നമുക്ക് കണ്ടല്ലോ, അന്ന് വീഴാൻ പോയി ഞാൻ മാത്രമല്ലേ കണ്ടിട്ടുള്ളൂ. അപ്പൊ അങ്ങനെ സംഭവം എന്ന് വെച്ചാൽ അവിടെ പോയിട്ട്
ഞാൻ ഇങ്ങനെ നോക്കും. ചില എൻ്റെ ക്ലാസ്സിന്റെ ഓപ്പോസിറ്റ് ക്ലാസ്. ഇതിന് മുന്നത്തെ ഒരു വീഡിയോയിൽ ഞങ്ങൾ കല്യാണം വിളിക്കാൻ ടീച്ചർമാരെ കല്യാണം വിളിക്കുമ്പോൾ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് അതൊക്കെ. അന്ന് +2 ക്ലാസ് ആയിരുന്നു. +1 ക്ലാസ് വെച്ചാൽ ആ നേരെ തന്നെ അപ്പുറത്ത്, ഞാൻ ഇതുപോലെ ഈ നേരെ തന്നെ അപ്പുറത്ത് അങ്ങനെ ഇരുന്ന് വന്നിരുന്നത്. അപ്പൊ അവിടെ ഇവിടെ കേട്ടോ ചില അന്നൊന്നും പറഞ്ഞിട്ടില്ല, അന്നൊന്നും തോന്നിയിട്ടില്ല. ഇച്ചിരി ജസ്റ്റ് ഒരു നമുക്ക് തോന്നുമ്പോൾ ഒരു ഇതുണ്ടല്ലോ. അപ്പൊ സംഭവം എന്തായാലും പറയാം, ഒരു സ്പാർക്ക് ഇങ്ങനെ വെറുതെ വായ നോട്ടം അത്ര തന്നെ ഉള്ളൂ. ആ അതിന് മുന്നേ വായ നോക്കിണ്ടാ. ആ അത് ശരിയാണ്. പക്ഷെ അതിന്റെ ഇടയിലുണ്ട്, ഞാൻ ക്ലാസ്സിൽ ഇരുന്നിട്ട് തൊട്ട് മേലത്തെ ആർക്കും ഏതൊരു ചേച്ചിക്ക് ഹായ് കൊടുത്തു കഴിഞ്ഞപ്പോ നിങ്ങൾക്കാണ് കിട്ടിയത്. നിങ്ങളെ ഫ്രണ്ട്സ് എല്ലാവരും കൂടെ കുറച്ചു നേരം നിൽക്കണ്ടായിരുന്നു. സംഭവം എന്ന് വെച്ചാൽ ഞങ്ങൾക്ക് ഹായ് തന്നിട്ട് ചേച്ചിക്കാന്ന് പറഞ്ഞു. വെറുതെ ഇരിക്കണ ആൾക്ക് ഹായ് കൊടുക്കാൻ അത് കോഴിത്തരം കാണിച്ചതാണ്. എന്ത് പറയാനാ, പിന്നെ നമ്മളെ മൈൻഡ് ചെയ്യാൻ നിന്നില്ല. എന്താന്ന് എന്ത് പറയാനാ. അപ്പൊ അങ്ങനെ ഇരുന്ന് അവിടെ വെച്ച് തുടക്കം അവിടെ നിന്നായിരുന്നു. തുടക്കം വെച്ചാൽ അപ്പോഴൊന്നും ആയില്ല. ഇങ്ങനെ പോകുമ്പോ പിന്നെ എവിടെ പോലും അങ്ങോട്ട് തിരിഞ്ഞാലും കാണും. അതാണ് അവസ്ഥ. എവിടെ പോലും എങ്ങോട്ട് തിരിഞ്ഞാലും കാണും. അതാണ് അങ്ങനത്തെ ഒരു രീതിക്കാണ് പോയിക്കൊണ്ടിരുന്നത് അല്ലെ. ശരിയാണ്. എങ്ങോട്ട് തിരിഞ്ഞാലും നമ്മൾ അങ്ങനെ ചിലപ്പോ നമ്മൾ വിചാരിക്കണില്ലായിരിക്കും. ചിലപ്പോ ഞാൻ അതിൽ കൂടെ വെറുതെ താഴെ കൂടെ നടന്നു പോയിരിക്കും, അപ്പുറത്തെ സൈഡിൽ കൂടെ നടന്നു പോയിരിക്കും. എവിടെ നിന്നാണേലും കാണും. ഈ പറച്ചിലെല്ലാം നടക്കുന്നത് +1 +2 ആയിട്ട് ഞാൻ +1 കണ്ടേക്കണത്. +2 കാണിക്കുന്ന സമയം പൊക്കൊണ്ടിരിക്കണ്ട. അപ്പോഴൊന്നും ആയിട്ടില്ല. അപ്പൊ ഇങ്ങനെ പൊക്കൊണ്ടിരിക്കണം. സംഭവം എന്ന് വെച്ചാല് ഞാൻ നോക്കണേ ഇവൾക്കും അറിയാം, ഇവള് ജസ്റ്റ് തന്നെ നോക്കണേ എനിക്കും അറിയാം. അതെ. അപ്പൊ അങ്ങനെയാണ് പൊക്കൊണ്ടിരിക്കേണ്ടത്. പിന്നെ സ്വാഭാവികം ഇപ്പൊ അപ്പോഴും ഒന്നും പറഞ്ഞിട്ടൊന്നുമില്ല. ഇഷ്ടം തോന്നിയിട്ടുണ്ടെങ്കിലും പറഞ്ഞിട്ടൊന്നുമില്ല. അന്നത്തെ ഇഷ്ടമൊക്കെ അങ്ങനെയാണോ ഒരു ക്രഷ് അങ്ങനെ പറയാം. വീണ വീട്ട് അങ്ങനെയൊക്കെ പറഞ്ഞ് ചെറിയ പിള്ളേർ അതേമാതിരി കുഞ്ഞിക്കൊച്ചായിരുന്നില്ലേ കാണലുള്ളൂട്ടാ. കാണും. നമുക്ക് തന്നെ തോന്നൂല ഒരാള് നമ്മളെ നോക്കണ്ടെങ്കില് നോക്കണ്ട് എന്നുള്ളൊരിത് തോന്നും. അത്രേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ അത് കഴിഞ്ഞിട്ടാണ് സംഭവം എന്ന് വെച്ചാൽ കോളേജ് ലൈഫിലേക്ക് കയറാൻ വേണ്ടി പോണേന്. അപ്പൊ ഇപ്പൊ ഏകദേശം എനിക്ക് മനസ്സിലായി ഇവൾക്ക് എന്നോട് ജസ്റ്റ് ഒരു എന്താണ്ടുണ്ട് എന്നുവെച്ചാല് നമുക്കൊരാളുടെ ഫേസ് കണ്ടാലും നോട്ടം കണ്ടാലും മനസ്സിലാവുമല്ല. സ്വാഭാവികം ഇവൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. വെച്ചാൽ അങ്ങോട്ടും പറഞ്ഞിട്ടില്ലോ ഇവള് നടന്നു പോകുമ്പോൾ ഇവളുടെ പുറകെ പോലെ ആ കാര്യങ്ങളൊക്കെ ആ സമയത്ത് ഉണ്ടായിരുന്നിട്ടാ. ആക്ച്വലി ഇവളും കൂട്ടുകാരി പിന്നെ അനിയത്തി ഇങ്ങനെ നടന്നു പോകുമ്പോൾ പുറകെ ഞാനും എന്റെ കൂട്ടുകാരോട് നടന്നു പോകും. അങ്ങനെയൊക്കെ സ്വാഭാവികമായിട്ട് നടന്ന കാര്യങ്ങളൊക്കെയാണ്. അപ്പോഴും മൈൻഡ് ജസ്റ്റ് നോക്കുന്നുണ്ടെങ്കിലും അതിന്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ട്. അപ്പൊ ഞാൻ പണ്ടാറേ അപ്പൊ അങ്ങനെ ചിന്തിച്ച് അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ആക്ച്വലി നടന്നു പോരുന്നു. ഞാനും എന്റെ കൂട്ടുകാരൻ മോനിട്ടും കൂടിയാണ് പോരുന്നത് കൂടുതലും. ഞങ്ങൾ രണ്ടുപേരും ഇങ്ങനെ നടക്കും. മറ്റേ 3 സിനിമയിൽ നടക്കുമല്ലോ, 3 സിനിമയിൽ ധനുഷ് നടക്കൂല, അതേപോലെ ഞങ്ങൾ നടക്കും ഇങ്ങനെ സൈക്കിൾ. അതെ അതേപോലെ സെയിം ആയിരുന്നു കുറെ സിറ്റുവേഷൻസ് ഒക്കെ. ഞാൻ കരുതി എന്റെ ഇത് കണ്ടിട്ടാണ് അവർ സിനിമ എഴുതിയത്. ഇത് പറയാനാ. അപ്പൊ അങ്ങനെ കിടന്നു. പക്ഷേ അവൾക്കും അറിയാം. ചില ആ വീഡിയോ ഇങ്ങനെ ഇറങ്ങിപ്പോ അവൾക്കറിയാം സംഭവം എന്ന് വെച്ചാൽ അങ്ങോട്ട് പറഞ്ഞിട്ടില്ലെന്നുള്ളു. അപ്പൊ ഇങ്ങനെ പിന്നെ +2 കഴിഞ്ഞ് ഞങ്ങൾ എപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും പറയാണ്ട് ഞാൻ ആ ഫ്രണ്ടിൽ കൂടെ ഇങ്ങനെ പോകും. വെക്കേഷൻ വണ്ടിക്ക് ഇങ്ങനെ പോവും. അപ്പൊ ജസ്റ്റ് ഒന്ന് കാണാനല്ല. അപ്പൊ ഇങ്ങനെ കണ്ടിട്ട് ഇങ്ങനെ പോകും. തിരിച്ചങ്ങോട്ട് 2 റൗണ്ട് ഇങ്ങനെ 3 റൗണ്ട് അങ്ങനെ കുറച്ചിങ്ങനെ നടക്കും. ആക്ച്വലി അങ്ങനെ പോയി. പിന്നെ കോളേജ് ലൈഫിലേക്ക് കയറാൻ വേണ്ടി ഒരു 3 മാസം വെക്കേഷൻ ഉണ്ടല്ലോ, ഇതില് അലോട്ട്മെന്റ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ ആ സമയത്തൊക്കെ വെച്ചാൽ ഇങ്ങനെ എല്ലാവരും നടക്കും. അപ്പോഴും ഞാൻ കരുതി നമ്മളങ്ങനെ കോണ്ടാക്ട് അങ്ങനെ ഒന്നും ഉണ്ടായിരുന്നില്ല. ഫോണുണ്ട്, പക്ഷെ കുഞ്ഞു ഫോണൊക്കെ ഉണ്ട്. എന്നാൽ പോലും കുഞ്ഞു ഫോൺ ഉണ്ട്. എന്നാലും നമുക്ക് കോണ്ടാക്ട് ചെയ്യാൻ എന്ന് വെച്ചാൽ നമുക്ക് അങ്ങനെ പ്രതീക്ഷിക്കണില്ലല്ലോ, അറിഞ്ഞൂടല്ല. ഇതിപ്പോ ഞാൻ അങ്ങനെ നടക്കണം അത്രേ ഉള്ളൂ. അപ്പൊ എന്ന് വെച്ചാല് അവിടെ പിന്നെ ഇത് മറന്നു പോയിട്ടുണ്ടാവും, വിട്ടു പോയിട്ടുണ്ടാവുന്ന ഒരു തോന്നലൊക്കെ പോയി. പിന്നെ ഞാൻ പത്തിലെ പഠിത്തം കാര്യങ്ങള് അങ്ങനെയായി. അങ്ങനെയൊക്കെ ഇപ്പൊ നമ്മൾ സ്വഭാവമായിട്ട് വിചാരിക്കും അവളുടെ രീതി പഠിച്ചു പോണു, ഞാൻ എന്റെ ഇവിടെ കോളേജിൽ പഠിക്കാൻ പോണു. പക്ഷെ ഇതിന്റെ സംഭവം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇടക്കിടക്ക് നമ്മൾ എന്നാലും കാണുമായിരുന്നു. അതെ, അതാണ് സംഭവം. വിചാരിക്കാൻ തന്നെ കാണുമായിരുന്നു. രാവിലെ പോകുമ്പോഴും വരുമ്പോഴും എങ്ങനെ വന്നാലും കാണും. ആക്ച്വലി അത് കണക്ട് ചെയ്തിട്ടുള്ള പരിപാടിയല്ല. ആക്ച്വലി തന്നെ കണക്ട് ചെയ്തിട്ടുള്ള പെട്ടെന്ന് നമ്മൾ അറിയാണ്ട് തന്നെ ചിലപ്പോ ഞാൻ ട്യൂഷൻ വഴിക്കായിരിക്കും എന്ന് നമ്മൾ വെറുതെ ആവശ്യമില്ലാണ്ട് കാണുമായിരുന്നു. ആവശ്യമില്ലാണ്ട് വെറുതെ കാണും. എന്നുവെച്ചാൽ കണ്ട് ഞങ്ങള് സംസാരിക്കാൻ അങ്ങനെയൊന്നുമല്ല. ഇങ്ങനെ ഞാൻ വണ്ടിക്ക് പോകുമ്പോ സൈക്കിൾ അപ്പൊ ചിരിക്കും. അന്ന് സന്തോഷമാണല്ല. പക്ഷെ ചിലപ്പോ ഞാൻ അറിഞ്ഞോണ്ട് നോക്കി ചിരിക്കണായിരിക്കൂല, വെറുതെ ഇങ്ങനെ ചിരിച്ചോണ്ടെങ്കിൽ ഇങ്ങനെ തിരിയണത്. ഞാൻ വിചാരിക്കണ അപ്പൊ അതിൽ പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പൊ സംഭവം വെച്ചാൽ എനിക്ക് സന്തോഷം. അപ്പൊ എനിക്ക് അടുത്ത ദിവസം വരാനുള്ളൊരു ത്വര കൂടും. ആ സമയത്ത് വരുമ്പോ കാണൂല. അപ്പൊ ആക്ച്വലി അങ്ങനെയൊക്കെയാണ്. നല്ല രസമായിരുന്നു. സംഭവങ്ങളൊക്കെ അടിപൊളിയായിട്ട് ഇങ്ങനെ. പിന്നെ അത് കഴിഞ്ഞിട്ട് കോളേജിലോട്ടൊക്കെ പോയി കഴിഞ്ഞപ്പോഴേക്കും അങ്ങനെ നമ്മൾ അതിനോട് വലിയ ക്ലാസ്സിലത്തേക്ക് ഇതൊക്കെ കഴിഞ്ഞ അന്നത്തെ ഒരു ഇതാണെന്നാണല്ലോ ഓർത്തിരുന്നത്. പക്ഷേ സംഭവം എന്ന് വെച്ചാല് കുറച്ച് സംഭവം പറഞ്ഞോ നീ പറഞ്ഞോ. അല്ല, പിന്നെന്താ സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്കങ്ങനെ ഒരിത് തോന്നി അല്ലേ.
രണ്ടു ദിവസം കാണാണ്ടായി കഴിയുമ്പോ തന്നെ എന്താണ് വരാത്തത്, അത് എനിക്കല്ല തോന്നിയത്, എന്താണ് വരാത്തതെന്ന് എനിക്ക് തോന്നി. ആ പിന്നെ അപ്പൊ എനിക്ക് മനസ്സിലായി സംഭവം. അല്ല ഇയാള് പിന്നെ ക്ലാസ് തുടങ്ങിയിട്ട് കുറെ ദിവസം വരാണ്ട് അങ്ങനെയൊക്കെ ഇരുന്നല്ലോ. എന്നിട്ടും അത് കഴിഞ്ഞിട്ടും പിന്നെ എന്താണ് തോന്നിയത്? പിന്നെ എന്തായാലും പിന്നെ കാണണം എന്നുള്ളൊരു ത്വരയൊക്കെ വന്നു. പിന്നെ കാണണം, പിന്നെ ഭയങ്കര ഒരു ഇത് സംഭവം എന്ന് വെച്ചാൽ കാണണം എന്നുള്ള ഇതൊക്കെ തോന്നി. അപ്പൊ ഈ ഒരു ദിവസം കണ്ട് ഞാൻ ചോദിച്ചു, ഒരു ദിവസം ഇഷ്ടമാണോ, എനിക്ക് ഇഷ്ടമാണോ പറഞ്ഞു. അപ്പൊ ഇത്ര നാളുടെ ഞാൻ പറഞ്ഞില്ലല്ലോ, ഇത്ര ദിവസം പറയാത്ത വേറെ ഒന്നും കൊണ്ടല്ല, എനിക്കും പറയാൻ പേടിയുടെ സത്യത്തില്. ആക്ച്വലി നമുക്ക് ഇഷ്ടമുള്ള ആൾക്കാർക്ക് പറയുമ്പോൾ ഒരു ഭയങ്കര ഒരു ഇതുണ്ടാവുമല്ലോ, അതുകൊണ്ട് അപ്പൊ പറഞ്ഞില്ല. എന്നിട്ട് അവിടെ ചെന്നിട്ട് ഞാൻ ലോകത്തുള്ള എല്ലാ പെൺപിള്ളേരെയും വായി നോക്കി അതൊക്കെ നടക്കണ എന്നോട് ഇഷ്ടമെന്ന് പറയാൻ മടിയായിരുന്നു, പേടിയായിരുന്നു. അതൊക്കെ ഉണ്ടാവും, അതൊക്കെ ഇത് പറഞ്ഞിട്ടുള്ളൂ. അപ്പൊ സംഭവം എന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞ ഇപ്പോൾ എന്റെ അടുത്ത് പറഞ്ഞ്, എന്റെ അടുത്ത് ഒന്നും പറഞ്ഞില്ല. അപ്പൊ എന്റെ അടുത്ത് പറഞ്ഞ് എനിക്ക് അങ്ങനെ അതൊന്നല്ല, വീട്ടിൽ എല്ലാവർക്കും വീട്ടിൽ ഓക്കെ ആണെന്നുണ്ടെങ്കിൽ എനിക്ക് ഓക്കെ ഉള്ളൂ, അല്ലാണ്ട് ഞാൻ അങ്ങനെ മറ്റേ മറിച്ചാന്നൊക്കെ പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു ഞാനും അതൊക്കെ തന്നെ പറയണേ, എനിക്ക് നേരെ നീ എൻ്റെ കൂടെ ഇറങ്ങിയാണെന്ന് ഒരു തേങ്ങ ഞാൻ പറയണമെന്നില്ല, വീട്ടിലെല്ലാം ഓക്കെയാണ്, എനിക്ക് മര്യാദക്കുള്ള ജോലിയൊക്കെ കഴിയുമ്പോൾ ഞാൻ വീട്ടിലും ചോദിക്കാം, അപ്പോൾ ഓക്കെ ആണെന്നുണ്ടെങ്കിൽ സെറ്റ് ആവുമെന്ന് ചോദിച്ചു. അപ്പൊ സെറ്റാവും, അവൻ റെഡി കിട്ടി. പിന്നെ അതേപോലെ തന്നെ വീട്ടിൽ ഓക്കെ ആയാൽ മാത്രം മതി. പിന്നെ ഇത്ര വളർത്തി വലുതേക്ക് കൊണ്ടുവന്നിട്ട് പിന്നെ ഞാൻ ഇന്നലെ കണ്ടൊരുത്തൻ വിളിക്കുമ്പോൾ ഇറങ്ങി പോകാനല്ലല്ല, അങ്ങനെ ചെയ്യണ തെറ്റല്ലേ? അത് ഞാൻ ഒട്ടും യോജിക്കുള്ളൂ. ഞാൻ പാലം ചെയ്താൽ രണ്ടുപേരും യോജിക്കല്ല. പിന്നെ എനിക്ക് വന്നേരത്ത് അവരെ വിഷമിപ്പിച്ചിട്ടൊന്നും എന്നുള്ളൊരിത്, നമ്മളിങ്ങനെയൊക്കെ ഇതൊക്കെ കഴിയുമ്പോ ഇനി അവർക്കൊരു വിഷമം. പിന്നെ ഇത്ര പഠിച്ച് വലുതാക്കി കൊണ്ടുവന്നിട്ട് വെറുതെ അവിടെ ഒരുത്തുണ്ടോ ഇന്നലെ കണ്ടെടുത്ത് എന്റെ ഒപ്പം ഇറങ്ങി വന്നത്, അത് ശരിയാവുന്നതാണ്. അങ്ങനെ ഒരിക്കലും ചെയ്യില്ല. അന്നേരത്ത് നമുക്ക് തോന്നിയത് എനിക്കൊരു പേടിയൊക്കെ ഇരുന്നു, അത് ശരിയാവൂല, അതുണ്ടെങ്കിൽ നമുക്കുള്ളിൽ ഒരു ഇഷ്ടം തോന്നിയെങ്കിലും അത് ശരിയാവൂല എന്നുള്ളൊരു ഇത് തന്നെയാണ്. അപ്പൊ ഞാനങ്ങനെ എനിക്കിഷ്ടമല്ല അതെങ്കിൽ അങ്ങനെ ഒന്നും ഞാൻ പറഞ്ഞൊന്നുമില്ല. വീട്ടില് എനിക്കത് ശരിയാവൂല, എനിക്ക് വേറെ കുഴപ്പമില്ല എന്ന് പറഞ്ഞു. എനിക്ക് ആ റെസ്പോൺസിബിലിറ്റി. പിന്നെ ഞാൻ വീട്ടിലൊന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു, വീട്ടിൽ പറഞ്ഞു നമ്മളെ നൈസായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ പറയും നീ ഇടക്കിടക്ക് ആരെല്ലാം കാണുമ്പോ നീ ഇങ്ങനെ പറയും, അപ്പൊ തമാശ ഓക്കെ അങ്ങനെ ആയിക്കോട്ടെ. പക്ഷെ ഇത് ഇത്ര സീരിയസ് ആവുന്നില്ല. അത് സംഭവം ഞാൻ പറഞ്ഞു, ആക്ച്വലി നിന്റെ വീട്ടിൽ എല്ലാവരും സമ്മതിച്ചിട്ട് മതി എന്ന് വെച്ചാൽ എനിക്ക് നീ ഇറങ്ങാട്ടോ. ചില ഓരോരുത്തർ നമ്മുടെ വീട്ടുകാരുടെ കണ്ണീരോടും ചെയ്താൽ ഒരിക്കലും രക്ഷപ്പെടാൻ പോകണമെന്നില്ല. വേറെ എന്തിനാണ്? അതെ, നമ്മളുടെ രീതിയാണ് ഞാൻ പറഞ്ഞത്, വേറെ ഒന്നും കൊണ്ട് പറഞ്ഞല്ല. അത് ആക്ച്വലി വേറെ തലവുമുണ്ട്, ആരും നമുക്ക് കുറ്റപ്പെടുത്തണമെന്നല്ല, അത് സിറ്റുവേഷൻ കൊണ്ടാവും. അതെ അത് എല്ലാവരും മനസ്സിലാവും. നമ്മളുടെ ആക്ച്വലി എനിക്ക് അങ്ങനെ ഞാൻ ഫാമിലി കുറെ ഇമ്പോർട്ടന്റ് കൊടുക്കണോണ്ട് അല്ലെ. അതെ, ഞങ്ങൾ രണ്ടുപേരും അതേ ടൈപ്പ് തന്നെയാണ്. അതെ നമുക്ക് വീട്ടില് അച്ഛനമ്മ അല്ലെങ്കിൽ നമ്മുടെ ഫാമിലി, അത് കഴിഞ്ഞിട്ടാണ് നമുക്ക് എന്തുള്ളൂ. അതെ, അങ്ങനെ അതിലാ വൈബില് കിട്ടി കഴിയുമ്പോ എന്ന് വെച്ചാല് എല്ലാരും ഓക്കെ ആയിട്ടോ. ഇപ്പൊ അതേപോലെ തന്നെ ഇപ്പൊ ഓക്കെ വീട്ടിൽ പറഞ്ഞ് വീട്ടിൽ നിന്ന് പോയി ചോദിച്ചു, എല്ലാവരും ഹാപ്പി. അവിടെ അച്ഛനമ്മ അവരുടെ ഫാമിലി എല്ലാവരും ഹാപ്പി. ഇതേപോലെ നല്ലൊരു ചെക്കൻ അടിപൊളിയായിട്ട് ഇപ്പൊ നല്ല അടിപൊളിയായിട്ടൊക്കെ പോയിക്കൊണ്ടിരിക്കണേ. കഥ മാറിപ്പോയി. ഇപ്പൊ അവിടെ വരെ എത്തിയതാണ്. അതിന് മുന്നേ കുറെ കാര്യങ്ങളൊക്കെ നടന്നിട്ടുണ്ട്. ബാക്കി നീ പറയും, ഇത് ഞാൻ പറഞ്ഞോണ്ടിരിക്കുന്നു, നീ മിണ്ടല്ല. ഞാൻ മിണ്ടല്ലേ? എന്നിട്ട് നമ്മള് എവിടെ എത്തി? ഇപ്പൊ നമ്മളവിടെ വെച്ച് കണ്ട് ഇങ്ങനെ പറഞ്ഞതൊക്കെ എത്തിക്കഴിഞ്ഞ് പിന്നെയും വന്നിട്ട് ഞാനിങ്ങനെ ഒന്നും റെസ്പോണ്ട് ചെയ്യാണ്ട് ഓക്കെ അത് കഴിഞ്ഞ് എന്നാലും കറക്റ്റായിട്ട് ഞാൻ ട്യൂഷന് പോകുമ്പോഴും ക്ലാസ് വിട്ട് വരുമ്പോഴും ഒക്കെ കറക്റ്റായിട്ട് ഡിയോന് എവിടെയെങ്കിലും വെച്ച് കാണുമല്ലോ. അത് നമ്മള് ചിലപ്പോ ഇങ്ങനെ എന്തെങ്കിലും കാര്യം ഞാൻ പോവാണ്ടൊക്കെ ഇരുന്നിട്ട് വെറുതെ ചെല്ലുമ്പോൾ ഇങ്ങനെ ഒരു കാണലിന്റെ ഒരു സുഖം ഉണ്ടല്ലോ. പക്ഷെ കുറച്ച് ദിവസം ചെല്ലാണ്ടിരിക്കുമ്പോഴൊക്കെ മോറൊക്കെ മാറിയിട്ടുണ്ടാവും. ആ സമയത്തൊക്കെ ഞങ്ങൾ ചെറുതായിട്ട് കോണ്ടാക്ട് കണ്ടിട്ടാ. ഈ ഡിഗ്രി സെക്കൻഡ് ഇയർ ഒക്കെ കഴിഞ്ഞപ്പോ ചെറിയ കോണ്ടാക്ട് ഉണ്ട്. കോണ്ടാക്ട് എന്ന് വെച്ചാൽ ജസ്റ്റ് എന്തെങ്കിലും ഒരു കോള് വന്ന് അപ്പൊ അത് മിക്കവാറും എല്ലാ ഫ്രണ്ട്സിന്റെ ഫോണിൽ അങ്ങനെയൊക്കെ വിളിക്കാൻ പോകുമ്പോ ജസ്റ്റ് കാണല് കണ്ടമിണ്ടൊന്നുമില്ല. എങ്ങനെയെങ്കിലൊക്കെ നമ്മൾ കറക്റ്റായിട്ട് കാണും കേട്ടോ. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആദ്യം മൂലം വെച്ചാല് നമ്മള് ഒന്നും ഇല്ലെന്നെങ്കിലും കറക്റ്റായിട്ട് ഇറങ്ങുമ്പോ ഒന്നില്ലെങ്കിൽ ഇവിടെ ടീച്ചറിന്റെ ഉണ്ടിട്ടാ. ഇവിടെ തന്നെ കൂട്ടുകാരി ഉണ്ട് ഐശ്വര്യ, ഫ്രണ്ട് ഐശ്വര്യ. അപ്പൊ 4-5 പേരുടെ ഗ്യാങ് ആയിരുന്നു ഇവര്. അപ്പൊ അതിലൊരു ഗ്യാങ് ഇവിടെ ടീച്ചറിന്റെ മോളാണ്. ഞാൻ വെറുതെ വഴി പോകുമ്പോ അവിടെ നിൽക്കണ്ടാവും. ഞാൻ അങ്ങാട് പോണേക്ക് ചിലപ്പോ അവിടെ കാണാൻ വേണ്ടി പോണേക്ക് അവ കറക്റ്റായിട്ട് ഇവിടെ നിൽക്കണ്ടാവും. അപ്പൊ അവിടം വരെ പോകണ്ട, ഇവിടെ നിൽക്കണ്ട. ഒരിക്കലും അങ്ങനെ ഒന്നല്ലായിരുന്നു, എവിടെയെങ്കിലും വെച്ചൊക്കെ കാണും.
അതെന്തോ ഭയങ്കര ലക്കായിരുന്നു ആ അത് ഭയങ്കര ലക്കായിരുന്നു. പിന്നെ ശരിയാണ്, അങ്ങനെ കുറെ കാര്യങ്ങളുണ്ട്. നമ്മൾ ചിലപ്പോ വിചാരിക്കാത്ത സ്ഥലത്ത് വിചാരിക്കാത്ത സമയത്തൊക്കെ അങ്ങനെ കാണുമായിരുന്നു. അതെ അതെ അതെ. പിന്നെ അങ്ങനെ സ്ഥിരമായിട്ട് ഇങ്ങനെ രാവിലെയും വൈകിട്ടും ഒക്കെ കാണും. കണ്ടില്ലെന്നുണ്ടെങ്കിൽ ഞാനപ്പോ നോക്കും, എന്നാ വിളിക്കല, അങ്ങനത്തെ സംഭവമൊന്നുമില്ല. ഒരു ദിവസം എന്റെ അടുത്ത് ഇങ്ങനെ തുടക്കായപ്പോ എന്റെ അടുത്ത് കാണാമെന്ന് പറഞ്ഞത് കാണാമെന്ന് പറയാൻ ഇങ്ങനെ മറ്റേ ശല്യം ചെയ്തെന്നൊക്കെ പറഞ്ഞിട്ട് എടുത്ത് വരുന്നു. കൊറേ ഇങ്ങനെ നടന്നൊക്കെ കഴിയുമ്പോഴത്തേക്ക് ഇപ്പൊ നമ്മളെ സ്കൂളിലെ സാധാരണ എല്ലാവരും അറിയുമല്ലോ. അപ്പൊ എല്ലാവരും പറഞ്ഞു നിനക്ക് ഇഷ്ടമല്ലെന്നുണ്ടെങ്കിൽ ഇഷ്ടമല്ലാന്ന് പറയും, അല്ലെങ്കിൽ ഈ ചെക്കൻ എന്തിനാണ് ഇങ്ങനെ വെറുതെ നടത്തണത്. അപ്പൊ ഞാൻ ഉദ്ദേശിക്കില്ല, ഞാനൊന്നും പറയാ, എനിക്ക് ടെൻഷനായി. ഞാനപ്പോ എന്നിട്ട് എന്റെ ഒരു ഫ്രണ്ടിന്റെ അടുത്ത് വെറുതെ പറഞ്ഞപ്പോ അവള് അന്ന് തന്നെ പോയി പറഞ്ഞു അവൾക്ക് നാളെ കാണണോട്ടോ, സെറ്റായി ഇഷ്ടം അറിയാം. പോലും സെറ്റായി ഒന്നും കൂടി എന്റെ അടുത്ത് എന്തെങ്കിലും പറയാണ്ടെന്ന് കരുതി. ഞാനപ്പോ അതൊക്കെ പ്രതീക്ഷ നൈസായിട്ട് ചെന്നതാണ്ടാ. എന്റെ അടുത്ത് എനിക്ക് കാണരുത് മറ്റേ മറിച്ചാന്ന് പറഞ്ഞു. ഞാൻ പിന്നില്ലേ ഒരു 2-3 ദിവസം ഞാൻ അങ്ങോട്ട് പോയില്ല. ആ വഴി ഇവൾ കാണാത്ത വഴികളിലൂടെ സഞ്ചരിച്ച് ഇല്ലാത്ത വഴികളിലൂടെ ഞാൻ പോയി. പക്ഷെ പോയി കഴിഞ്ഞ പിന്നെ മനസ്സിലായത് അതൊക്കെ അങ്ങനെ അതങ്ങനെ കുറെ സംഭവങ്ങളൊക്കെ കിടന്നല്ലേ. പക്ഷെ കുറെ സംഭവം എന്ന് വെച്ചാല് കണ്ടു കഴിഞ്ഞാല് കണ്ടില്ലെങ്കിൽ പറ്റില്ലെന്ന് വെച്ചാൽ ഇത്ര നാൾ ഇങ്ങനെ കണ്ടോണ്ടിരിക്കല്ലേ സ്ഥിരമായിട്ട്. അപ്പൊ എന്നെ അതായത് ഇങ്ങനെ പോകുമ്പോ നമ്മളെ സ്കൂളിൽ ഇങ്ങനെ ശ്രദ്ധിക്കുമല്ലോ. അപ്പൊ എല്ലാവരും ചോദിക്കും, അയ്യോ എന്താണ് വരാഞ്ഞത്, എന്താണ് വരാഞ്ഞത്. ചോദിച്ച ആൾക്കാരാണ്ടാ ഇപ്പോഴും ചോദിക്കുന്നത്, അവൻ കണ്ടില്ലെന്ന് ചോദിക്കുന്നത്. അതെ. പിന്നെ ഒരു ഇതൊക്കെ ഇങ്ങനെ ഓക്കെ ആയി കഴിഞ്ഞ് എല്ലാം കൊണ്ട് ഏകദേശം സെറ്റായല്ലേ. പിന്നെ അത് കഴിഞ്ഞ് ഞാനും ഡിഗ്രിക്ക് പോയി തുടങ്ങി. അങ്ങനെ സമയം ഇങ്ങനെ പൊക്കോണ്ടിരിക്കണ്ട്. ഒരിടക്ക് നടക്കുന്ന കാര്യങ്ങളല്ല ഇത്രയും കാര്യങ്ങൾ എന്ന് വെച്ചാൽ ഇപ്പൊ 8ൽ തുടങ്ങി, ഞാൻ +1 തുടങ്ങി, നേരെ ഇപ്പൊ ഡിഗ്രി കഴിഞ്ഞ് ഇപ്പൊ ഇവിടെ ഡിഗ്രിക്ക് കേറി അങ്ങനെ എത്തി ഇവിടെ വരെ കഴിയാനായി. അങ്ങനെയൊക്കെ വന്നപ്പോഴും ഓക്കെ നമ്മുടെ ഉള്ളില് വീട്ടില് പറയാ. അപ്പോഴും ചോദിച്ചു ഇപ്പോഴും നീ ഇങ്ങനെ പറഞ്ഞ നമുക്ക് അങ്ങനെ ചെയ്യുള്ളൂ, നല്ല നീ പേടിക്കണ്ടെന്നൊക്കെ ഞാൻ പറയുമെങ്കിലും അത് തന്നെ പറയണം. വീട്ടിൽ പറഞ്ഞു. ഞാനും പറഞ്ഞു വീട്ടിൽ പറഞ്ഞിട്ടുള്ളൂ. എനിക്കും വീട്ടിൽ അച്ഛനമ്മയൊക്കെ ഉള്ള എല്ലാവരോടും സെറ്റ് ആക്കിയിട്ട് എല്ലാവരും ഓക്കെ ആയിട്ട് നടത്തുള്ളൂ. നിന്റെ ഒരു പോസ്റ്റുകൾ ഇത് കിട്ടിയാൽ മാത്രം മതി. ഇതിന് വന്നാൽ പറയണില്ല വായില്. അപ്പോഴേക്കും ഇവിടേക്ക് ഒന്ന് ഒരു ഇത് തോന്നി തുടങ്ങി, സീരിയസ് ആണെന്ന് തോന്നി തുടങ്ങി. പക്ഷെ വീട്ടിലങ്ങനെ എനിക്കൊരിതുണ്ടായിരുന്നു, ഞാൻ പറഞ്ഞ് വീട്ടിലറിയാൻ പാടുള്ളൂ, അല്ലാണ്ട് ഇങ്ങനെ വേറെ ആരും പറഞ്ഞ് ഞങ്ങൾ ഇങ്ങനെ സ്ഥലത്ത് കറങ്ങാൻ പോയി അങ്ങനെ കറങ്ങാൻ പോയെന്ന് അങ്ങനെ ഇതുവരെ പറയേണ്ട ഒരു സിറ്റുവേഷൻ ഞങ്ങൾ വരുത്തിയിട്ടില്ല. ശരിയാണ്. അതെ. അപ്പൊ ഞങ്ങള് വീട്ടിൽ പോയിട്ട് വീട്ടിൽ പറഞ്ഞതിന് ശേഷമാണ് ഇവിടെ നിന്ന് പോയി. അപ്പോഴാണ് അറിയണത് എന്നെ തന്നെ. ഞാൻ ആ വഴി പോകാറുണ്ടെന്നില്ലെങ്കിലോ കണ്ടിട്ടുണ്ടെങ്കിലും അങ്ങനെ വിചാരിക്കണില്ലല്ലോ. അതെ. അപ്പൊ അങ്ങനെ ഇതൊക്കെ ആയിക്കഴിഞ്ഞ് പിന്നെന്താ കൊറേ നാളൊക്കെ കഴിഞ്ഞത് പിന്നെയാണ് ഒരുവിധം നമുക്ക് കല്യാണം കഴിക്കാനുള്ള ഒരു ഇതായി, സെറ്റായി. പിന്നെ അതുപോലെ തന്നെ വീട്ടിലും എല്ലാം ഇങ്ങനെ നമുക്ക് നോക്കിയൊക്കെ തുടങ്ങുമല്ല, ഇങ്ങനെ ആലോചിക്കുക എന്നൊക്കെ ഇങ്ങനെ ഒരു ഇതൊക്കെ വന്നു കഴിഞ്ഞ് അപ്പോഴാണ് ഞാനായിട്ട് തുടങ്ങണേക്ക് മുന്നേ പറഞ്ഞിട്ടാ. അല്ലെങ്കിൽ പിന്നെ വെറുതെ ആലോചിച്ച് എന്തിനാണ് വെറുതെ. അത് ശരിയാണ് പറഞ്ഞത്. ഇങ്ങനെ നമ്മൾ എന്തെങ്കിലും ഇഷ്ടമുണ്ടെങ്കിൽ ആദ്യം തന്നെ തുറന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ ആലോചിച്ച് കേട്ടാണ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വേറൊരു ശോകമാണ്. എല്ലാവർക്കും ഒരു വിഷമാവും. ഇതിപ്പോ വെച്ചാൽ ഫസ്റ്റ് തന്നെ പറഞ്ഞ് ചെക്കൻ നല്ല പാവം ചെക്കനാണ്, ശരിയാണ്, സുന്ദരനാണ്, സുമുഖനാണ്, സുശീലനാണ്. അപ്പൊ എല്ലാം കൊണ്ട് സെറ്റായിട്ട് വീട്ടിലൊക്കെ ഹാപ്പിയാണ്. വീട്ടിലൊക്കെ പറഞ്ഞപ്പോ തന്നെ നമ്മളെല്ലാം സംസാരിച്ചെല്ലാം ഉടനെ തന്നെ പിന്നെ അങ്ങോട്ട് കല്യാണം, പെട്ടെന്ന് അങ്ങടെ എൻഗേജ്മെന്റ്, പെട്ടെന്ന് കല്യാണം. ഞങ്ങൾ തന്നെ ഇങ്ങനെ ശരിയാണ് കല്യാണം കഴിച്ചത് ഇടക്കിടക്ക് ഞങ്ങൾ മറന്നു പോയത്. ഞാൻ ഭാര്യയാണ് ഭർത്താവാണ് അങ്ങനെ ഞങ്ങൾക്ക് ഇതൊരു ഫീൽ ചെയ്തിട്ടില്ല. ഞങ്ങൾ ഫ്രണ്ട്സ് ആണ്. അതെ, നല്ലൊരു ഗുഡ് ഫ്രണ്ട്സ് ആണ്. അങ്ങനെ സെറ്റപ്പിലാണ് ഞങ്ങൾ പോകുന്നത്. അല്ലെങ്കിൽ എന്തുണ്ടെങ്കിലും ഇപ്പൊ നല്ലതാണെങ്കിലും ചീത്തയാണെന്നുണ്ടെങ്കിലും ആദ്യം പണ്ട് നേരത്തെ മുതൽ അങ്ങനെ വിളിക്കാൻ തോന്നുള്ളൂ. അപ്പൊ അതുപോലെ തന്നെ ഇപ്പോഴും അങ്ങനെ ചില നേരത്ത് ഇങ്ങനെ വല്ലവരൊക്കെ ചോദിക്കും ഹസ്ബൻഡ് എന്തെടുക്കണമെന്നൊക്കെ ചോദിക്കുമ്പോ ഇപ്പൊ അതുപോലെ ഞാൻ ഇവിടെ ചോദിക്കുമ്പോ എന്റെ അടുത്ത് അവിടെ വല്ല ആവശ്യത്തിന് വിളിച്ചു കഴിയുമ്പോ അവിടെ കൂടെ വർക്കാൻ ഞാൻ പറഞ്ഞു എന്റെ അവളാണ്. ഞാൻ പറഞ്ഞു അവളാ അല്ല വൈഫ്. എനിക്ക് പറയാൻ നമ്മൾ അതിലേക്ക് വീണിച്ചില്ല, നമ്മ ആ വൈഫിൽ തന്നെ ഇപ്പോഴും. അതെ. ഇപ്പൊ അതുപോലെ തന്നെ ആരെങ്കിലും വിളിക്കുമ്പോഴേക്കാ വൈഫ് ഉണ്ട് കൂടെ, ആ വൈഫ് എന്നൊക്കെ പറയുമ്പോ ഞാൻ ഇങ്ങനെയൊക്കെ ആയിങ്ങനെ ചില സമയത്ത് ഞാൻ തന്നെ ചോദിക്കും ഇങ്ങനെ വന്നിരുന്നത്. അപ്പൊ അങ്ങനെ പിന്നെ വീട്ടിൽ പറഞ്ഞ് കാര്യങ്ങളോ എല്ലാം ഓക്കെ ആയി. പെട്ടെന്ന് തന്നെ എൻഗേജ്മെന്റ് ആയിരുന്നു. അതെ. ആ എൻഗേജ്മെന്റ് മുന്നേ കുറച്ച് കാണാൻ പോയത്, പെണ്ണ് കാണാൻ പോയത്, അത് കഴിഞ്ഞ എൻഗേജ്മെന്റ് കഴിഞ്ഞിട്ട് നിസ്സാരം കഴിഞ്ഞപ്പോഴും കല്യാണമായി. എൻഗേജ്മെന്റ് കഴിഞ്ഞിട്ട് പിന്നെ സാധാരണത്തിലും കൂടുതലൊരു ഗ്യാപ്പ് നമുക്ക് കിട്ടി, ഒരു 6 മാസത്തോളം കിട്ടി. എന്നാലും അത് പെട്ടെന്ന് പോയിട്ടാ, പെട്ടെന്ന് പടാന്ന് പറഞ്ഞു. ആലോചിക്കാം ഇനിയിപ്പോ ലൈനടിച്ചടക്കുന്ന ആൾക്കാരായാലും വീട്ടിൽ ഉറപ്പിച്ച ആൾക്കാർ ഇപ്പൊ സമയം പോകും. അതൊക്കെ
ശരിക്കും പറഞ്ഞാൽ ഇതിന് മുന്നേ വേറെ അതിന് മുന്നേ വേറാന്ന് കുറെ പേര് ഞാൻ പറഞ്ഞ് കേട്ടിട്ടുണ്ട്. പക്ഷെ ഞങ്ങളുടെ ഇതില് ഞങ്ങൾക്ക് അങ്ങനെയൊന്നും തോന്നണല്ലോ അല്ലേ, ഇതിന് മുന്നേ വേറെ അതിന് മുന്നേ അങ്ങനെയൊന്നും തോന്നണല്ലോ. പിന്നെ സംഭവം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇത്രയും നാളും 2 വീടുകളിൽ നിന്നിട്ടായിരുന്നു എന്തെങ്കിലും കാര്യത്തിന് ഫോൺ വിളിക്കാം, മെസ്സേജ് അയക്കാം. ഇപ്പൊ ഞാൻ നേരെ നോക്കുമ്പോ എനിക്ക് എന്തെങ്കിലും കോണ്ടാക്ട് ഒക്കെ ഉണ്ട്, അത്യാവശ്യം കുഴപ്പമില്ലാതെ കോണ്ടാക്ട് ഒക്കെ ഉണ്ട്. അത് തന്നെ അപ്പൊക്കെ ഉണ്ട്, അപ്പൊക്കെ നല്ല പിള്ളേർ നടക്കാൻ പറ്റൂല. അപ്പൊ അത്യാവശ്യം എൻജോയ് സമയം എൻജോയ് ചെയ്തിട്ടുണ്ട്. അപ്പോഴും ഇതൊക്കെ തന്നെ അല്ലെ. അതെ, എന്നാലും എല്ലാത്തിനും നമ്മളിങ്ങനെ വീട്ടില് വീട് ആ ഒരു സംഭവം നമ്മുടെ ഉള്ളിൽ എപ്പോഴും ഉണ്ടായിരുന്നു. 2 പേരുടെ ഉള്ളിൽ ഉണ്ടായിരുന്നു കേട്ടോ. 2 വീട്ടുകാരും ഒക്കെ ആയിട്ട് നമ്മൾ എന്തെങ്കിലും നിൽക്കുള്ളൂ എന്നുള്ളൊരു ഇതും നമുക്ക് ഉണ്ടായിരുന്നു. പിന്നെ നമ്മളത്രയും ഇങ്ങനെ പ്രാർത്ഥിച്ചൊക്കെ നടക്കണേ, വീട്ടിലിങ്ങനെ പ്രശ്നം ഉണ്ടാവല്ലേ, അല്ലെങ്കിൽ 2 വീട്ടിലും ഒക്കെ ആയി പോണേന്നൊക്കെ. ദൈവം സഹായിച്ച് അങ്ങനെ അറിഞ്ഞപ്പോ തന്നെ ഒരു ഇതുണ്ടായിരുന്നെങ്കിലും പിന്നെ അവരന്വേഷിച്ച് എല്ലാം ഒക്കെ ഓക്കെ ആയി കഴിഞ്ഞപ്പോ സെറ്റാണ്, കുഴപ്പമൊന്നുമില്ല. എന്താ പറയാ, അങ്ങനെ ഒരു ഇതായി. പിന്നെ ഇവിടെയാണെങ്കിലും എന്നൊക്കെ ആയിരുന്നു അങ്ങനെ ചിൽമൂടല്ലേ ഇവിടെ. അപ്പൊ അവിടെ ചിൽമൂട്, 2 ചിൽമൂട് കൂടി പൊളിക്കണ ഞങ്ങൾ മൊത്തം പൊളിയാണ്. നമുക്കൊരു ടെൻഷൻ ഉണ്ടായിരുന്നു എങ്ങനെയാകും എന്താവും എന്നൊക്കെ ഉള്ളൊരിത്. പക്ഷെ എല്ലാം ദൈവം സഹായിച്ച് ഹാപ്പി ആയിട്ട് കല്യാണം കഴിച്ച് ഇപ്പൊ വീട്ടിലിരിക്കുന്നുണ്ട്. ഇപ്പൊ കഴിഞ്ഞ ദിവസം വീഡിയോ ചോദിച്ചപ്പോ നിങ്ങൾക്ക് ഇങ്ങനെ ഇടാൻ പറഞ്ഞപ്പോ പറഞ്ഞു. അപ്പൊ നിങ്ങളെയും കൂടി എല്ലാം നമ്മളെ നിങ്ങളുടെ അടുത്ത് പറയണ്ട. ഭയങ്കര വലിയ ലവ് സ്റ്റോറി, ഭയങ്കര പ്രശ്നങ്ങൾ ഉണ്ടായി. അങ്ങനൊന്നുമില്ല, പ്രശ്നങ്ങൾ വെറുതെ ഉണ്ടാക്കി പറയാതെ ഒന്നുമില്ല, ഒന്നും ഉണ്ടാക്കിയിട്ടൊന്നുമില്ല. എന്ത് കാര്യം ഇല്ലാത്ത കാര്യം പറഞ്ഞ വലിയ കാര്യമൊന്നുമില്ല. അതാണ് ഇപ്പൊ സത്യം പറഞ്ഞാൽ നടന്നേക്കണ കാര്യം ഫുള്ള് പറഞ്ഞിട്ടുണ്ട്. അത്രേ ഉള്ളൂ. കറക്റ്റ് ആയിട്ട് അതിന്റെ ഇടയിൽ ഉണ്ടാവണ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ അതൊക്കെ അങ്ങനെ അതിന്റെ വഴിക്ക് അങ്ങനെ നടക്കും. അല്ലാണ്ടുള്ള മെയിൻ കാര്യങ്ങളെല്ലാം നമ്മൾ പറഞ്ഞിട്ടുണ്ട്. പിന്നെ അതിന്റെ ഇടയ്ക്ക് ഇടി ബഹളം അതൊക്കെ രസമുള്ള. ഇടിയൊക്കെ എപ്പോഴും ഇടിയിട്ടുമ്പോ നല്ല രസമായിരിക്കും. ഇവിടെ വീട്ടിലേക്ക് അമ്മ ചോദിക്കും എന്താണ് ഇത്, ഇവിടെ എന്തിടിയാണ് ഇത്, നിങ്ങെന്താണിത്. അത് അപ്പൊ തന്നെ മാറട്ടോ, ഒന്ന് കണ്ടു കഴിഞ്ഞാൽ തീരാന്ന് വിഷയമുള്ളൂ. അതെ, അങ്ങനെ എല്ലായിടത്തും ഉണ്ടാവണ പോലെ തന്നെ കുറെ കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അത്രേ ഉള്ളൂ. അല്ലി ഒറ്റ ലൈഫ് ഇത്രയും ആഗ്രഹിച്ച കാര്യങ്ങളൊക്കെ നടന്നു. പിന്നെ എന്തിട്ടാണ് അപ്പൊ പിന്നെ ഇങ്ങനെ ഇടിമാറ്റാൻ ഭയങ്കര വലിയ കഴിവാണ് കേട്ടോ. അത്ര നേരം പറഞ്ഞപ്പോ എടീന്ന് പറഞ്ഞിട്ട് വെളിയില് വരും ഇങ്ങനെ. അപ്പൊ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങളല്ലേ. ഇനി ഇതിലും പറയണ്ട, ഇനി വേറെ ഒന്നുമില്ല. അത് സംഭവം വെച്ചാൽ കണ്ട ഞാൻ പറയാം. ഇനി പിന്നെ ഈ ടീഷർട്ടിനൊരു കഥയുണ്ട്. ഞങ്ങളുടെ ഇംഗ്ലീഷ് കളേഴ്സ് ടീഷർട്ട് ഇത് വർഷങ്ങൾക്ക് മുന്നേ മേടിച്ചേട്ടാ. വർഷങ്ങൾക്ക് മുന്നേ എന്ന് പറയുമ്പോ ഒരു കുറഞ്ഞൊരു 2 വർഷമുണ്ട്. 2 വർഷമുണ്ട്. 2 വർഷം വർഷങ്ങൾ മുന്നല്ലേ. കേട്ടാ 2-3 വർഷം വേണ്ടി ടീഷർട്ട് മേടിച്ചിട്ട് അപ്പൊ എന്ന് വെച്ചാൽ ഇങ്ങനെ ഒരു ടീഷർട്ട് ഇട്ടിട്ട് ഞങ്ങൾക്ക് ഫോട്ടോ എടുക്കുന്ന ആഗ്രഹം കൊണ്ടിരുന്ന ഫോട്ടോ സൈഡിൽ ചെറുതായിട്ട് കൊടുത്തേക്കാം. സൈഡിൽ കൊടുത്തേക്കാം. അപ്പൊ ഈ ഫോട്ടോ ഇങ്ങനെ എടുത്ത് വെച്ചിട്ട് ഇങ്ങനെയൊക്കെ ഉണ്ട്. കണ്ട ഈ ടീഷർട്ട് ഇപ്പൊ കറക്റ്റ് സന്ദർഭം ഇത് തന്നെയായിരുന്നു. അതെ, അങ്ങനെ നമ്മൾ ഒരുമിച്ച് ഒരു ഫോട്ടോ എടുക്കാൻ വേണ്ടി ഒരുമിച്ചിട്ടത്. അതല്ലാണ്ട് പിന്നെ ഇട്ടിട്ടേ ഇല്ല. കറക്റ്റ് ആയിട്ട് ഇപ്പൊ ലവ് സ്റ്റോറി പറയുമ്പോ തന്നെ ഇത് ഞങ്ങള് ആദ്യം ഇങ്ങനെ ഒരേപോലെയൊക്കെ മേടിച്ചാണ് ആദ്യമായിട്ടാണ്. അത് ഏകദേശം കണ്ട ഇപ്പൊ മനസ്സിലായില്ല. അപ്പൊ അന്ന് മേടിച്ചെന്ന് മാത്രം ഇപ്പൊ നിങ്ങൾ കാണിക്കാൻ. അതെ, അപ്പൊ അങ്ങനെയാണ് കാര്യങ്ങൾ അല്ലേ. അപ്പൊ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. ഇനി വലിച്ചിട്ട് കൊണ്ടുപോകുള്ളൂ അല്ലെ. അപ്പൊ എല്ലാരും കട്ടക്ക് നിക്ക, നമുക്ക് പഠിച്ച് പൊളിക്കാനുള്ളതാണ് അല്ലെ. ഇനി അങ്ങോട്ട് ഇതേപോലെ തന്നെ മുന്നോട്ട് പോകണം. അതെ, അത്രേ ഉള്ളൂ. അപ്പൊ എല്ലാരും കൂടെ ഉണ്ടാവും, ഇതേപോലെ തന്നെ എല്ലാരും കൂടെ ഉണ്ടാവാ അല്ലെ. അപ്പൊ സംഭവം ഇനി ബാക്കിയുള്ള വീഡിയോസ് ഒക്കെ പുറകെ വരും. അപ്പൊ എന്ത് വീഡിയോ നിർത്തിയാലും നമുക്ക് നിർത്തണേക്കുള്ള സംഭവം കാണിച്ചു തരാം. ഞങ്ങൾ വീഡിയോ എടുത്തിട്ടിരിക്കണതില്ലേ, വീഡിയോ എടുത്തിട്ടിരിക്കുന്നത് ഞങ്ങൾ സ്റ്റാൻഡാട്ടാ. 2 കട്ട, ഒരു ഷൂ, തുടക്കണ ബ്രഷ്, അടുത്ത് ഒരു ടൈലിംഗ് കഷ്ണത്തിന് സൈഡിൽ വെച്ചിട്ടാണ് ഇപ്പൊ വീഡിയോ എടുത്തിട്ട് ഇത്ര നേരം എടുത്തിട്ടിരുന്നത് അല്ലേ. അപ്പൊ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങള്. ട്രൈപ്പോഡ് കാണാനല്ല, അത് വണ്ടി പണി കൊടുത്ത് വണ്ടി ഉള്ളിലായി പോയി തോന്നുന്നു. അപ്പൊ ആ പറ്റിപ്പോയത്. അപ്പോ ഇനി നീട്ടല്ല അല്ലെ. അതെ. അപ്പൊ ഇനി വലിച്ചിട്ടുള്ള നല്ല വീഡിയോസ് ആയിട്ട് പുറകെ വരുന്നതാണ്. അപ്പൊ എല്ലാവർക്കും ഞങ്ങളുടെ ഈ സ്റ്റോറി ഇഷ്ടപ്പെട്ടെങ്കിൽ കമന്റ് അടിക്കണോട്ടെ. എല്ലാവരും കമന്റ് അടിച്ചിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട. അതെ, ഇത്രേ ഉള്ളൂ. അപ്പൊ എല്ലാവരും കമന്റ് അടിക്കുക. അപ്പൊ ഇന്നത്തെ വീഡിയോ വെച്ച് നിർത്തണം അല്ലേ. അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ.